ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2025 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. 2025 ലോഗോസിന്റെ 2 വീഡിയോസ് ന്യായാധിപന്മാർ 11-12 അധ്യായങ്ങൾ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു. ഒരു മാസത്തിലധികമായി വീഡിയോസ് ചെയ്യാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളായിരുന്നു. എന്നാൽ വീണ്ടും വീഡിയോ ചെയ്ത് തുടങ്ങുകയാണ്. 1-2 ദിവസം കൂടുമ്പോൾ ഓരോ അധ്യായം എന്ന ക്രമത്തിൽ അപ്ലോഡ് ചെയ്യാൻ പരിശ്രമിക്കുകയാണ്. ഇത് ന്യായാധിപന്മാർ 13-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, ന്യായാധിപന്മാർ 13-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? 25 വാക്യങ്ങൾ. ചോദ്യം 2, ന്യായാധിപന്മാർ 13-ാം അധ്യായത്തിന്റെ ഏക തലക്കെട്ട് സാംസന്റെ ജനനം. 3, ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിന്റെ മുമ്പിൽ തിന്മ ചെയ്തപ്പോൾ അവിടുന്ന് അവരെ ആരുടെ കൈകളിലാണ് ഏൽപ്പിച്ചത്? ഫിലിസ്ത്യരുടെ. 4, ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തപ്പോൾ അവിടുന്ന് ഫിലിസ്ത്യരുടെ കയ്യിൽ അവരെ എത്ര വർഷത്തേക്കാണ് ഏൽപ്പിച്ചത്? 40 വർഷം. 5, ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തപ്പോൾ അവിടുന്ന് അവരെ 40 വർഷത്തേക്ക് ആരുടെ കൈകളിലാണ് ഏൽപ്പിച്ചത്? ഫിലിസ്ത്യരുടെ. 6, സോറായിൽ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്ന ആൾ ആര്? മനോവ. 7, മനോവ ഏതു ഗോത്രക്കാരനായിരുന്നു? ദാൻ ഗോത്രക്കാരൻ. 8-ാമത്തെ ചോദ്യം, ദാൻ ഗോത്രക്കാരനായ മനോവ എന്നൊരാൾ ഉണ്ടായിരുന്നത് എവിടെ? സോറായിൽ. ചോദ്യം 9, ആരുടെ ഭാര്യയാണ് വന്ധ്യയായിരുന്നത്? മനോവയുടെ. 10, അവന്റെ ഭാര്യ വന്ധ്യയായിരുന്നു, അവൾക്ക് ഡാഷ് ഇല്ലായിരുന്നു. ന്യായാധിപന്മാർ 13:2 പ്രകാരം പൂരിപ്പിക്കുക. മക്കൾ. 11-ാമത്തെ ചോദ്യം, മനോവയുടെ ഭാര്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതാര്? കർത്താവിന്റെ ദൂതൻ. 12, കർത്താവിന്റെ ദൂതൻ ആർക്കാണ് പ്രത്യക്ഷപ്പെട്ടത്? മനോവയുടെ ഭാര്യയ്ക്ക്. 13, കർത്താവിന്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതെന്ത്? നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. 14, നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ആര് ആരോട് പറഞ്ഞു? കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട്. 15, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്ന് പറഞ്ഞതിനെ തുടർന്ന് കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറയുന്നത് എന്തെല്ലാം? നീ സൂക്ഷിക്കണം, വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്, അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയും അരുത്. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. അവൻ ജനനം മുതൽ ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും. അവൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും. ഇത്തരത്തിൽ വലിയ ഉത്തരങ്ങൾ വരുന്ന തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കില്ല. എങ്കിലും ഇതുപോലെ കാണാതെ പഠിച്ചു പോയാൽ ഇതിനുള്ളിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ നമുക്ക് വളരെ ലളിതമായി സാധിക്കും. ചോദ്യം 16, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അതുകൊണ്ട് നീ എന്തു ചെയ്യണം എന്നാണ് കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറയുന്നത്? നീ സൂക്ഷിക്കണം. 17, നീ സൂക്ഷിക്കണം, എന്തെല്ലാം കുടിക്കരുത് എന്നാണ് കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറയുന്നത്? വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ. 18, വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്, എന്ത് ഭക്ഷിക്കുകയും അരുത് എന്നാണ് കർത്താവിന്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറയുന്നത്? അശുദ്ധമായതൊന്നും. 19, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവന്റെ തലയിൽ ഡാഷ് തൊടരുത്. ന്യായാധിപന്മാർ 13:5 പ്രകാരം പൂരിപ്പിക്കുക. ക്ഷൗരക്കത്തി. 20, അവൻ ജനനം മുതൽ ആർക്ക് നാസീർ വ്രതക്കാരനായിരിക്കുമെന്നാണ്
കർത്താവിൻ്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറഞ്ഞത് ദൈവത്തിന്. 21 അവൻ ജനനം മുതൽ ദൈവത്തിന് എന്തായിരിക്കും എന്നാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറഞ്ഞത്. നാസീർ വ്രതക്കാരനായിരിക്കും. 22 അവൻ ആരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും എന്നാണ് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞത്. ഫിലിസ്ത്യരുടെ. 23 മനോവയുടെ ഭാര്യ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞത് എന്ത്? ഒരു ദൈവപുരുഷൻ എൻ്റെ അടുത്തു വന്നു. അവൻ്റെ മുഖം ദൈവദൂതൻ്റേത് പോലെ പേടിപ്പെടുത്തുന്നതാണ്. എവിടെ നിന്ന് വരുന്നുവെന്ന് അവനോട് ഞാൻ ചോദിച്ചില്ല. അവൻ പേര് പറഞ്ഞതുമില്ല. അവൻ എന്നോട് പറഞ്ഞു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്. അശുദ്ധമായതൊന്നും തൊടുകയുമരുത്. ബാലൻ ആജീവനാന്തം ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും. 24 മനോവയുടെ ഭാര്യ തൻ്റെ ഭർത്താവിനോട് ആദ്യം പറഞ്ഞതെന്ത്? ഒരു ദൈവപുരുഷൻ എൻ്റെ അടുത്തു വന്നു. 25 തൻ്റെ അടുത്തു വന്ന ദൈവപുരുഷന്റെ മുഖം എങ്ങനെ ഉള്ളതായിരുന്നു എന്നാണ് മനോവയുടെ ഭാര്യ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞത്. ദൈവദൂതൻ്റേതുപോലെ പേടിപ്പെടുത്തുന്നത്. 26 അവന്റെ മുഖം ദൈവദൂതൻ്റേതുപോലെ പേടിപ്പെടുത്തുന്നതായിരുന്നു. ആരുടെ മുഖം? ദൈവപുരുഷന്റെ. 27 അവന്റെ മുഖം ദൈവദൂതൻ്റേതുപോലെ പേടിപ്പെടുത്തുന്നതാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് അവൾ പറഞ്ഞതെന്ത്? അവൾ എന്ന് പറയുമ്പോൾ മനോവയുടെ ഭാര്യ. എവിടെ നിന്ന് വരുന്നുവെന്ന് അവനോട് ഞാൻ ചോദിച്ചില്ല. അവൻ പേര് പറഞ്ഞതുമില്ല. 28 അവൻ എന്നോട് എന്തു പറഞ്ഞു എന്നാണ് മനോവയുടെ ഭാര്യ മനോവയോട് പറഞ്ഞത്. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്. അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയുമരുത്. ബാലൻ ആജീവനാന്തം ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും. 29 ആര് ആജീവനാന്തം ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കുമെന്നാണ് ദൈവപുരുഷൻ പറഞ്ഞത്. ബാലൻ. 30 ബാലൻ എന്നുവരെയാണ് ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കുന്നത്? ആജീവനാന്തം. 31 ബാലൻ ആജീവനാന്തം ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും. ആര് ആരോട് ആരെപ്പറ്റി പറഞ്ഞു? ദൈവപുരുഷൻ മനോവയുടെ ഭാര്യയോട് അവൾ ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന പുത്രനെ പറ്റി. 32 ന്യായാധിപന്മാർ 13:8 ആരാണ് കർത്താവിനോട് പ്രാർത്ഥിച്ചത്? മനോവ. 33 മനോവ കർത്താവിനോട് പ്രാർത്ഥിച്ചത് എന്ത്? കർത്താവേ, അങ്ങ് അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിക്കാനിരിക്കുന്ന ശിശുവിനു വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കാൻ ഇടയാക്കണമേ. 34 ആര് തങ്ങളുടെ അടുത്ത് വീണ്ടും വരണമെന്നാണ് മനോവ കർത്താവിനോട് പ്രാർത്ഥിച്ചത്? അങ്ങ് അയച്ച ദൈവപുരുഷൻ. 35 അങ്ങ് അയച്ച ദൈവപുരുഷൻ ഞങ്ങളുടെ അടുക്കൽ വീണ്ടും വന്ന് എന്ത് അറിയിക്കാൻ ഇടയാക്കണമേ എന്നാണ് മനോവ കർത്താവിനോട് പ്രാർത്ഥിച്ചത്? ജനിക്കാനിരിക്കുന്ന ശിശുവിനു വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. 36 കർത്താവേ, അങ്ങ് അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിക്കാനിരിക്കുന്ന ശിശുവിനു വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കാൻ ഇടയാക്കണമേ. ഇത് ആരുടെ പ്രാർത്ഥനയാണ്? മനോവയുടെ. 37 മനോവയുടെ പ്രാർത്ഥന ആരാണ് കേട്ടത്? ദൈവം. 38 ന്യായാധിപന്മാർ 13:9 പ്രകാരം ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേട്ടത്? മനോവയുടെ. 39 എവിടെ ആയിരിക്കുമ്പോഴാണ് ദൈവദൂതൻ വീണ്ടും സ്ത്രീയുടെ അടുത്തു വന്നത്? വയലിൽ. 40 വയലിലായിരിക്കുമ്പോൾ ആരാണ് വീണ്ടും സ്ത്രീയുടെ അടുത്തു വന്നത്? ദൈവദൂതൻ. 41 വയലിലായിരിക്കുമ്പോൾ ദൈവദൂതൻ വീണ്ടും സ്ത്രീയുടെ അടുത്തു വന്നു. അപ്പോൾ
അവളോട് കൂടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച്? ഭർത്താവായ മനോവയെക്കുറിച്ച്. 42 മനോവയുടെ ഭാര്യ വയലിലായിരിക്കുമ്പോൾ ദൈവദൂതൻ വീണ്ടും അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അവൾ എന്തു ചെയ്തു? അവൾ പെട്ടെന്ന് ഓടിച്ചെന്ന് ഭർത്താവിനോട് പറഞ്ഞു, എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്ന ആൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. 43 അവൾ പെട്ടെന്ന് ഓടിച്ചെന്ന് ഭർത്താവിനോട് പറഞ്ഞതെന്ത്? എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്ന ആൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. 44 എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്നയാൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അവൾ ഇത് ഭർത്താവിനെ അറിയിച്ചത് എപ്രകാരം? പെട്ടെന്ന് ഓടിച്ചെന്ന്. 45 എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്നയാൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ആര് ആരോട് പറഞ്ഞു? മനോവയുടെ ഭാര്യ മനോവയോട്. 46 എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്നയാൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് മനോവയുടെ ഭാര്യ പറഞ്ഞപ്പോൾ മനോവ ചെയ്തതെന്ത്? മനോവ എഴുന്നേറ്റ് ഭാര്യയുടെ പിന്നാലെ ചെന്നു. 47 മനോവ എഴുന്നേറ്റ് ഭാര്യയുടെ പിന്നാലെ ചെന്ന് അവനോട് ചോദിച്ചതെന്ത്? ഇവളോട് സംസാരിച്ചവൻ നീയോ? 48 ഇവളോട് സംസാരിച്ചവൻ നീയോ എന്ന് മനോവ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞതെന്ത്? ഞാൻ തന്നെ. 49 ഞാൻ തന്നെ എന്ന് ദൈവദൂതൻ പറഞ്ഞപ്പോൾ മനോവ ചോദിച്ചതെന്ത്? നിന്റെ വാക്കുകൾ നിറവേറുമ്പോൾ ബാലന്റെ ജീവിതചര്യ എങ്ങനെയായിരിക്കണം? അവൻ എന്താണ് ചെയ്യേണ്ടത്? 50 നിന്റെ വാക്കുകൾ നിറവേറുമ്പോൾ ആരുടെ ജീവിതചര്യ എങ്ങനെയായിരിക്കണം എന്നാണ് മനോവ ദൈവദൂതനോട് ചോദിച്ചത്? ബാലന്റെ. 51 നിന്റെ വാക്കുകൾ നിറവേറുമ്പോൾ ബാലന്റെ എങ്ങനെയായിരിക്കണം എന്നാണ് മനോവ ദൈവദൂതനോട് ചോദിച്ചത്? ജീവിതചര്യ. 52 ബാലന്റെ ജീവിതചര്യ എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചതിനെ തുടർന്ന് മനോവ ചോദിക്കുന്നത് എന്ത്? അവൻ എന്താണ് ചെയ്യേണ്ടത്? 53 നിന്റെ വാക്കുകൾ നിറവേറുമ്പോൾ ബാലന്റെ ജീവിതചര്യ എങ്ങനെയായിരിക്കണം? അവൻ എന്താണ് ചെയ്യേണ്ടത്? ആര് ആരോട് ചോദിച്ചു? മനോവ ദൈവദൂതനോട്. 54 നിന്റെ വാക്കുകൾ നിറവേറുമ്പോൾ ബാലന്റെ ജീവിതചര്യ എങ്ങനെയായിരിക്കണം? അവൻ എന്താണ് ചെയ്യേണ്ടത് എന്ന മനോവയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ആര്? കർത്താവിന്റെ ദൂതൻ. 55 നിന്റെ വാക്കുകൾ നിറവേറുമ്പോൾ ബാലന്റെ ജീവിതചര്യ എങ്ങനെയായിരിക്കണം? അവൻ എന്താണ് ചെയ്യേണ്ടത് എന്ന മനോവയുടെ ചോദ്യത്തിന് കർത്താവിന്റെ ദൂതൻ പറഞ്ഞ മറുപടി എന്ത്? ഞാൻ സ്ത്രീയോട് പറഞ്ഞതെല്ലാം അവൾ പാലിക്കട്ടെ. മുന്തിരിയിൽ നിന്നുള്ളതൊന്നും അവൾ ഭക്ഷിക്കരുത്. വീഞ്ഞോ ലഹരി പദാർത്ഥമോ കുടിക്കരുത്. അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെ അവൾ പാലിക്കണം. 56 ഞാൻ സ്ത്രീയോട് പറഞ്ഞതെല്ലാം അവൾ പാലിക്കട്ടെ. ആര് ആരോട് പറഞ്ഞു? കർത്താവിന്റെ ദൂതൻ മനോവയോട്. 57 എന്തിൽ നിന്നുള്ളതൊന്നും അവൾ ഭക്ഷിക്കരുതെന്നാണ് കർത്താവിന്റെ ദൂതൻ ന്യായാധിപന്മാർ 13:14 പറയുന്നത്? മുന്തിരിയിൽ നിന്ന്. 58 എന്ത് കുടിക്കരുത് എന്നാണ് കർത്താവിന്റെ ദൂതൻ ന്യായാധിപന്മാർ 13:14 പറയുന്നത്? വീഞ്ഞോ ലഹരി പദാർത്ഥമോ? 59 ന്യായാധിപന്മാർ 13:4 13:7 വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത് എന്നാണ് പറയുന്നത്. എന്നാൽ 13:14 പറയുന്നത് എന്ത്? വീഞ്ഞോ ലഹരി പദാർത്ഥമോ കുടിക്കരുത്. 60 വീഞ്ഞോ ലഹരി പദാർത്ഥമോ കുടിക്കരുത് എന്ന് പറഞ്ഞ കർത്താവിന്റെ ദൂതൻ എന്ത് തിന്നുകയും അരുത് എന്നാണ് പറയുന്നത്? അശുദ്ധമായതൊന്നും. 61 എന്ത് അവൾ പാലിക്കണം എന്നാണ് കർത്താവിന്റെ ദൂതൻ പറയുന്നത്? ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെ. 62 ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെ അവൾ എന്തു ചെയ്യണം എന്നാണ് കർത്താവിന്റെ ദൂതൻ പറയുന്നത്?
പാലിക്കണം. 63 ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെ അവൾ പാലിക്കണം എന്ന് കർത്താവിന്റെ ദൂതൻ പറഞ്ഞപ്പോൾ മനോവ കർത്താവിന്റെ ദൂതനോട് പറഞ്ഞതെന്ത്? ഞാൻ ഒരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നതുവരെ നിൽക്കണമേ. 64 ഞാൻ എന്ത് പാകം ചെയ്യുന്നതുവരെ നിൽക്കണമേ എന്നാണ് മനോവ കർത്താവിന്റെ ദൂതനോട് പറഞ്ഞത്? ഒരു ആട്ടിൻകുട്ടിയെ. 65 ഞാൻ ഒരു ആട്ടിൻകുട്ടിയെ എന്തു ചെയ്യുന്നതുവരെ നിൽക്കണമേ എന്നാണ് മനോവ കർത്താവിന്റെ ദൂതനോട് പറഞ്ഞത്? പാകം ചെയ്യുന്നതുവരെ. 66 ഞാനൊരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നതുവരെ നിൽക്കണമേ. ആരോട് പറഞ്ഞു? മനോവ കർത്താവിന്റെ ദൂതനോട്. 67 ഞാനൊരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നതുവരെ നിൽക്കണമേ എന്ന് മനോവ കർത്താവിന്റെ ദൂതനോട് പറഞ്ഞപ്പോൾ കർത്താവിന്റെ ദൂതൻ പറഞ്ഞതെന്ത്? നീ പിടിച്ചു നിർത്തിയാലും നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല. എന്നാൽ നീ പാകം ചെയ്യുന്നെങ്കിൽ അത് കർത്താവിന് ദഹനബലിയായി അർപ്പിക്കുക. 68 നീ പിടിച്ചു നിർത്തിയാലും ഞാൻ എന്തു കഴിക്കുകയില്ല എന്നാണ് കർത്താവിന്റെ ദൂതൻ മനോവയോട് പറഞ്ഞത്? നിന്റെ ഭക്ഷണം. 69 നീ പിടിച്ചു നിർത്തിയാലും നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല. എന്നാൽ നീ പാകം ചെയ്യുന്നെങ്കിൽ അത് ആർക്ക് ദഹനബലിയായി അർപ്പിക്കുക എന്നാണ് കർത്താവിന്റെ ദൂതൻ മനോവയോട് പറഞ്ഞത്? കർത്താവിന്. 70 നീ പാകം ചെയ്യുന്നെങ്കിൽ അത് കർത്താവിന് എന്തു ബലിയായി അർപ്പിക്കുക എന്നാണ് കർത്താവിന്റെ ദൂതൻ മനോവയോട് പറഞ്ഞത്? ദഹനബലിയായി. 71 നീ പാകം ചെയ്യുന്നെങ്കിൽ അത് കർത്താവിന് ദഹനബലിയായി അർപ്പിക്കുക എന്ന് കർത്താവിന്റെ ദൂതൻ പറഞ്ഞപ്പോൾ മനോവ അറിയാതിരുന്നത് എന്ത്? കർത്താവിന്റെ ദൂതനാണ് അവനെന്ന്. 72 കർത്താവിന്റെ ദൂതനാണ് അവനെന്ന് ആര് അറിഞ്ഞിരുന്നില്ല? മനോവ. 73 കർത്താവിന്റെ ദൂതനാണ് അവനെന്ന് അറിയാതിരുന്ന മനോവ കർത്താവിന്റെ ദൂതനോട് ചോദിക്കുന്നത് എന്ത്? നിന്റെ പേര് എന്ത്? 74 മനോവ കർത്താവിന്റെ ദൂതനോട് നിന്റെ പേര് എന്ത് എന്ന് ചോദിച്ചത് എന്തിനു വേണ്ടിയാണ്? നീ പറഞ്ഞതുപോലെ സംഭവിക്കുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കണമല്ലോ. 75 നീ പറഞ്ഞതുപോലെ സംഭവിക്കുമ്പോൾ ഞങ്ങൾ നിന്നെ എന്തു ചെയ്യണമല്ലോ എന്നാണ് മനോവ പറഞ്ഞത്? ബഹുമാനിക്കണമല്ലോ. 76 കർത്താവിന്റെ ദൂതനോട് നിന്റെ പേര് എന്ത്? നീ പറഞ്ഞത് സംഭവിക്കുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കണമല്ലോ എന്ന് പറഞ്ഞ മനോവയോട് ദൂതൻ ചോദിച്ചതെന്ത്? എന്റെ പേര് അത്ഭുതമായിരിക്കെ നീ അത് ചോദിക്കുന്നത് എന്തിന്? 77 എന്റെ പേര് എന്തായിരിക്കെ നീ അത് ചോദിക്കുന്നത് എന്തിന് എന്നാണ് കർത്താവിന്റെ ദൂതൻ മനോവയോട് ചോദിച്ചത്? അത്ഭുതമായിരിക്കെ. 78 എന്റെ പേര് അത്ഭുതമായിരിക്കെ നീ അത് ചോദിക്കുന്നത് എന്തിനാണെന്ന് കർത്താവിന്റെ ദൂതൻ ചോദിച്ചപ്പോൾ മനോവ കൊണ്ടുവന്നത് എന്ത്? ആട്ടിൻകുട്ടിയെ. 79 എന്റെ പേര് അത്ഭുതമായിരിക്കെ നീ അത് ചോദിക്കുന്നത് എന്തിനെന്ന് കർത്താവിന്റെ ദൂതൻ ചോദിച്ചപ്പോൾ മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് എന്തു ചെയ്തു? ധാന്യബലിയോടുകൂടെ അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന് പാറപ്പുറത്തു വച്ച് അർപ്പിച്ചു. 80 മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് എന്തിനോട് കൂടെയാണ് അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന് പാറപ്പുറത്ത് വച്ച് അർപ്പിച്ചത്? ധാന്യബലിയോടുകൂടെ. 81 മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് ധാന്യബലിയോടുകൂടെ പാറപ്പുറത്ത് വച്ച് അർപ്പിച്ചതാർക്ക്? അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന്. 82 ന്യായാധിപന്മാർ 13:19 കർത്താവിന് നൽകിയിരിക്കുന്ന വിശേഷണം എന്ത്? അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവ്. 83 മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് ധാന്യബലിയോടുകൂടെ അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന് പാറപ്പുറത്ത് വച്ച് അർപ്പിച്ചപ്പോൾ സംഭവിച്ചത് എന്ത്? ബലിപീഠത്തിൽ നിന്ന് അഗ്നിജ്വാല ആകാശത്തിലേക്ക് ഉയർന്നു. 84 എവിടെ നിന്നാണ് അഗ്നിജ്വാല ആകാശത്തിലേക്ക് ഉയർന്നത്? ബലിപീഠത്തിൽ നിന്ന്. 85
ബലിപീഠത്തിൽ നിന്ന് എന്താണ് ആകാശത്തിലേക്ക് ഉയർന്നത്? അഗ്നിജ്വാല. 86 ബലിപീഠത്തിൽ നിന്ന് അഗ്നിജ്വാല ആകാശത്തിലേക്ക് ഉയർന്നപ്പോൾ സംഭവിച്ചത് എന്ത്? മനോവയും ഭാര്യയും നോക്കി നിൽക്കെ കർത്താവിന്റെ ദൂതൻ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നുപോയി. 87 ആരെല്ലാം നോക്കി നിൽക്കെയാണ് കർത്താവിന്റെ ദൂതൻ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയത്? മനോവയും ഭാര്യയും. 88 മനോവയും ഭാര്യയും നോക്കി നിൽക്കെ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയതാര്? കർത്താവിന്റെ ദൂതൻ. 89 കർത്താവിന്റെ ദൂതൻ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയപ്പോൾ മനോവയും ഭാര്യയും ചെയ്തതെന്ത്? അവർ നിലത്ത് കമിഴ്ന്നു വീണു. 90 അവൻ മനോവയ്ക്കും ഭാര്യയ്ക്കും പിന്നീട് പ്രത്യക്ഷപ്പെട്ടില്ല. ആര്? കർത്താവിന്റെ ദൂതൻ. 91 അവൻ, അതായത് കർത്താവിന്റെ ദൂതൻ പിന്നീട് ആർക്കു പ്രത്യക്ഷപ്പെട്ടില്ല എന്നാണ് ന്യായാധിപന്മാർ 13:21 പറഞ്ഞിരിക്കുന്നത്? മനോവയ്ക്കും ഭാര്യയ്ക്കും. 92 അത് കർത്താവിന്റെ ദൂതനായിരുന്നെന്ന് ആർക്കാണ് വ്യക്തമായത്? മനോവയ്ക്ക്. 93 ന്യായാധിപന്മാർ 13:21 മനോവയ്ക്ക് എന്തു വ്യക്തമായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അത് കർത്താവിന്റെ ദൂതനായിരുന്നെന്ന്. 94 ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും. ആര് ആരോട് പറഞ്ഞു? മനോവ ഭാര്യയോട്. 95 ആരെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും എന്നാണ് മനോവ ഭാര്യയോട് പറഞ്ഞത്? ദൈവത്തെ. 96 ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കുമെന്ന് മനോവ ഭാര്യയോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞതെന്ത്? നമ്മെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കർത്താവ് നമ്മുടെ കയ്യിൽ നിന്ന് ദഹനബലിയും ധാന്യബലിയും സ്വീകരിക്കുകയോ ഇക്കാര്യങ്ങൾ കാണിച്ചു തരികയോ അറിയിക്കുകയോ ചെയ്യുമായിരുന്നില്ല. 97 നമ്മെ എന്തു ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കർത്താവ് നമ്മുടെ കയ്യിൽ നിന്ന് ദഹനബലിയും ധാന്യബലിയും സ്വീകരിക്കുകയോ ഇക്കാര്യങ്ങൾ കാണിച്ചു തരികയോ അറിയിക്കുകയോ ചെയ്യുമായിരുന്നില്ല എന്നാണ് മനോവയുടെ ഭാര്യ പറഞ്ഞത്. കൊല്ലണമെന്ന്. 98 നമ്മെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കർത്താവ് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെല്ലാം സ്വീകരിക്കുകയില്ലായിരുന്നു എന്നാണ് മനോവയുടെ ഭാര്യ പറയുന്നത്? ദഹനബലിയും ധാന്യബലിയും. 99 ന്യായാധിപന്മാർ 13 പറഞ്ഞിരിക്കുന്ന ബലികൾ ഏതെല്ലാം? ധാന്യബലി, ദഹനബലി. 100 അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. ആര്? മനോവയുടെ ഭാര്യ. 101 അവൾ, അതായത് മനോവയുടെ ഭാര്യ പ്രസവിച്ച പുത്രന് എന്തു പേരിട്ടു? സാംസൺ. 102 അവൾ, മനോവയുടെ ഭാര്യ ഒരു പുത്രനെ പ്രസവിച്ചു, സാംസൺ എന്ന് അവന് പേരിട്ടു. തുടർന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത്? കുട്ടി വളർന്നു, കർത്താവ് അവനെ അനുഗ്രഹിച്ചു. 103 കുട്ടി വളർന്നു ഡാഷ് അവനെ അനുഗ്രഹിച്ചു. ന്യായാധിപന്മാർ 13:24 പ്രകാരം പൂരിപ്പിക്കുക. കർത്താവ്. 104 സോറയ്ക്കും എഷ്താവോലിനും മധ്യേയുള്ള മഹനേദാനിൽ വെച്ച് കർത്താവിന്റെ ആത്മാവ് അവനിൽ പ്രവർത്തിച്ചു തുടങ്ങി. ആരിൽ? സാംസണിൽ. 105 കർത്താവിന്റെ ആത്മാവ് സാംസണിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെ വെച്ച്? സോറയ്ക്കും എഷ്താവോലിനും മധ്യേയുള്ള മഹനേദാനിൽ വെച്ച്. 106 മഹനേദാൻ എവിടെയാണ്? സോറയ്ക്കും എഷ്താവോലിനും മധ്യേ. 107 സോറയ്ക്കും എഷ്താവോലിനും മധ്യേയുള്ള സ്ഥലമേത്? മഹനേദാൻ. ഇങ്ങനെ 107 ചോദ്യങ്ങളാണ് ന്യായാധിപന്മാർ 13-ാം അധ്യായത്തിൽ നിന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. 14-ാം അധ്യായം 2 വീഡിയോയായിട്ടാണ് ചെയ്യുന്നത്. അതിൽ കുറച്ചുകൂടി വാക്യങ്ങളുണ്ട്. മറ്റ് വിശദാംശങ്ങളൊക്കെ തുടർന്നു വരുന്ന വീഡിയോസിൽ പറയുന്നതായിരിക്കും. എല്ലാവർക്കും എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.